റിഫ്യൂജി ബ്ലൂസ്. ആക്ച്വലി ബ്ലൂസ് എന്ന് പറയുന്നത് ഒരു തരം മെലങ്കൊലിക് ആയിട്ടുള്ള സോങ്ങിനെയാണ്. ഓക്കെ, ഭയങ്കര സാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന, ഇതും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ ഫോക്ക് ട്രഡീഷൻ എന്ന് വന്ന ടൈപ്പ് ഓഫ് പോംസ് ആണ്. സോ ദേ ആർ മെലങ്കൊലിക്, ദേ ആർ വെരി സാഡ് ഇൻ ടോൺ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് റീഡിങ് ദ പോം. Say this city has 10 million souls. Some are living in mansions and some are living in halls. Yet there is no place for us, my dear. Yet there is no place for us. Once we had a country and we thought it fair. Look in the atlas and you will find it there. We cannot go there now, my dear. We cannot go there now. In the village churchyard there grows an old yew. Every spring it blossoms anew. Old passports can't do that, my dear. Old passports can't do that. Okay, what's it? സ്പീക്കർ തുടങ്ങുന്നത് നോക്കൂ. അദ്ദേഹം പറയുന്നു, ഈ ഒരു സിറ്റിയിൽ മില്യൺസ് ഓഫ് സോൾസ് ഹിയർ മീൻസ് പീപ്പിൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഓക്കെ, മില്യൺ പീപ്പിൾ, മില്യൺ കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. So that is what he meant by soul. So, and some are living in mansions and some are living in halls. ഇതിനകത്ത് ചില ആളുകൾ ജീവിക്കുന്നത് മാൻഷൻ ആണ്, ദാറ്റ് ഈസ് ബിഗ് ഹൗസ്. ഓക്കെ, ബിഗ് ഹൗസ്. ആൻഡ് some are living in halls. Halls here means small house. We can call it hut. Some are living in huts. Okay, and yet there is no place for us, my dear. Yet there is no place for us. That's what he's saying. ഈ ജർമ്മനിയിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ഹിറ്റ്ലർ പറയുന്നു, അല്ലെങ്കിൽ നാസി ഗവൺമെൻറ് പറയുന്നു, ഓൾ ദ ജ്യൂസ് ഷുഡ് ലീവ് ജർമ്മനി. ആൻഡ് ദാറ്റ് ടൈം ഹി സേസ് ദാറ്റ് അദ്ദേഹം അതുപോലെ ഹീസ് എ മാൻ ആൻഡ് ദ പീപ്പിൾ അതർ ദാൻ ദിസ് ജ്യൂസ് ദേ ആർ ആൾസോ ദിസ് ഹ്യൂമൻസ്. ആൻഡ് അവരെപ്പോലെ തന്നെ മതം മാത്രം മാറ്റമുള്ള, മറ്റുള്ള എല്ലാ കാര്യത്തിലും ഈക്വൽ ആയിട്ടുള്ള അതർ പീപ്പിൾ ക്യാൻ ലിവ് ഹിയർ ആൻഡ് ദേ മേ ബി ലിവിങ് ഇൻ ബിഗ് ഹൗസസ്. ഡസൻറ്റ് മാറ്റർ വെദർ ദേ ആർ ലിവിങ് ഇൻ മാൻഷൻസ് ഓർ ഹട്ട്സ് ഓർ സ്മാൾ ഹൗസസ്. എനിവേ എവിടെയാണെങ്കിൽ പോലും അവർക്കൊരു സ്ഥലമുണ്ട്. ബട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ദേ ഹാവ് നോ പ്ലേസ്. ദർ ഈസ് നോ പ്ലേസ് ഫോർ അസ്. ഓക്കെ, ദർ ഈസ് നോ പ്ലേസ് ഫോർ അസ്. അദ്ദേഹം പറയുന്നു, വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ഒരു ഹിറ്റ്ലറിൻ്റെ അല്ലെങ്കിൽ നാസി ഗവൺമെൻറ് ഇത് പറയുന്നതിന് മുൻപ് വരെ, ഈ രാജ്യം വിടാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നതിന് മുൻപ് വരെ അവർക്ക് രാജ്യമുണ്ടായിരുന്നു. വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ. വിചാരിച്ചു ഇത് ഫെയർ ആണ്, ആരും നമ്മളോട് പ്രത്യേകിച്ച് അനീതിയൊന്നും ചെയ്യുന്നില്ല. ദേ ക്യാൻ ലിവ് ദെയർ വിത്തൗട്ട് എനി പ്രോബ്ലം. ബട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. Look in the atlas and you will find it there. Okay, once we had a country. ഒരിക്കൽ നമുക്കൊരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു look in the atlas. Atlas here means map ആണ്, മാപ്പ്. സോ അദ്ദേഹം ബിലൗഡിനോട് പറയുന്നത്, നീ മാപ്പിലേക്ക് നോക്കൂ. യു ലുക്ക് ഇൻ ദ അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദെയർ. ഈ രാജ്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വി കനോട്ട് ഗോ ദെയർ നൗ, മൈ ഡിയർ. വി കനോട്ട് ഗോ ദെയർ നൗ. പക്ഷേ കാര്യമില്ല, ഇത് കേവലം ഇറ്റ് ഈസ് ദെയർ ഇൻ ദ മാപ്പ്, റൈറ്റ്? ഈവൻ ദോ ദിസ് ഈസ് ദ പ്ലേസ് വി വർ ബോൺ, സ്റ്റിൽ വി കനോട്ട് ഗോ ദെയർ, വി കനോട്ട് ലിവ് ദെയർ. നമ്മൾ ജനിച്ച സ്ഥലമാണെങ്കിലൊന്നും നമുക്കവിടെ പോകാൻ പറ്റില്ല, നമുക്കവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇത്തരം സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ടുഡേ യു ക്യാൻ സീ ദീസ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ്. ഫോർ എക്സാമ്പിൾ റോഹിംഗ്യൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെയുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ വില്ലേജ് churchyard there grows an old yew. Every spring it blossoms anew. Old passports can't do that, my dear. Old passports can't do that. ഇനി ഇതേ ഒരു യു എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രീ. ആക്ച്വലി യു ഇസ് എ കൈൻഡ് ഓഫ് ട്രീ. ആൻഡ് അദ്ദേഹം പറയുന്നു, ഈ യു ട്രീ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബിലൗഡിനോട് പറയുകയാണ്, അത് എല്ലാ എവ്രി ഇയർ ആൻഡ് എവ്രി സ്പ്രിങ് ഇറ്റ് ഗെറ്റ്സ് new flowers and
ഇറ്റ്സ് റിന്യൂവ്ഡ്. അന്യൂ ആവുക എന്ന് പറയുന്നത് അത് പുതിയതായി മാറുന്നുണ്ട് എവറി ഇയർ. മീൻസ് അതിനകത്ത് പൂക്കളൊക്കെ വരുന്നു. ബട്ട് ഓൾഡ് പാസ്പോർട്ട്സ് ക്യാൻ ഡു ദാറ്റ് മൈ ഡിയർ. പക്ഷേ നമ്മുടെ പാസ്പോർട്ട്സ് അതുപോലെയുള്ള. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തു നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നേരിടുന്ന ഒരു പ്രശ്നം, അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ ഒരുപാട് ആളുകൾ ആ സമയത്ത് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറയുമ്പോൾ തന്നെ വേറൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പാസ്പോർട്ട് പല ആളുകളുടെയും പാസ്പോർട്ടൊക്കെ എക്സ്പയർഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പയർഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഇവർക്ക് പുതുക്കാനും സാധിക്കുന്നില്ല. അത് ഈ ജ്യൂസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പാസ്പോർട്ട് പുതുക്കാൻ ദർ ഈസ് നോ ഫെസിലിറ്റി. അതൊക്കെ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് ഇത്തരം പ്രോബ്ലംസ് ഒന്നുമില്ല. ദേ ക്യാൻ ഗോ എനിവെയർ ടു എനി കൺട്രി. ബട്ട് ദിസ് ഈസ് നോട്ട് ദ കേസ് ഇൻ ദ കേസ് ഓഫ് ദീസ് ജ്യൂസ്. ദാറ്റ്സ് വാട്ട് ഹി സേസ്. ആണ് ഓൾഡ് പാസ്പോർട്ട്സ് ഈ മരങ്ങളൊക്കെ പൂക്കുന്ന പോലെ ഒന്നും അല്ല. അത് അത്തരം സിമ്പിളായിട്ട് ഇത് അവർക്ക് റിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഈ ഒരു ലൈനിൽ പറയുന്നത്. ഓക്കെ, then what next? The consul banged the table and said, if you have got no passport, you are officially dead. But we are still alive, my dear, but we are still alive. Went to a committee, they offered me a chair, asked me politely to return next year. But where shall we go today, my dear? But where shall we go today? Came to a public meeting, the speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear, he was talking of you and me. Okay, what is it? The consul banged the table and said, നമ്മൾ മറ്റുള്ള രാജ്യത്തേക്ക് അയക്കുന്ന ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് അയക്കുന്ന ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ ഒരു കോൺസൽ എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള മറ്റു രാജ്യത്ത് താമസിക്കുന്ന സ്വന്തം രാജ്യത്തുള്ള ആളുകളുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ കോൺസൽ എന്നുള്ളത്. സോ ദ കോൺസൽ ബാങ്ക് അറ്റ് ദ ടേബിൾ ആൻഡ് സെഡ്, അദ്ദേഹം ടേബിളിൽ ബാങ്ക് ചെയ്യുന്നത്, ഇഫ് യു ഹാവ് ഗോട്ട് നോ പാസ്പോർട്ട് യു ആർ ഒഫീഷ്യലി ഡാഡ്. ഇഫ് യു ഹാവ് ഗോട്ട് നോ പാസ്പോർട്ട് യു ആർ ഒഫീഷ്യലി ഡാഡ്. മീനിങ് ഇവർ വേറെ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ സഹായം അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു കാൺട്ട് ഗോ ടു എനി അതർ കൺട്രി, യു ആർ ഒഫീഷ്യലി ഡാഡ്. ബട്ട് അദ്ദേഹം പറയുന്നു വി ആർ സ്റ്റിൽ ലൈവ്. ദാറ്റ് ഈസ് ദി കോൺട്രഡിക്ഷൻ ഹിയർ. അവർ ഒഫീഷ്യലി ഈവൻ ദോ ദേ ആർ ഡാഡ് ഇൻഒഫീഷ്യലി, but still they are alive. Okay, then he went to a committee, they offered me a chair. ഇനി അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഹെൽപ്പിനോ ഒക്കെ ആയിട്ട് അദ്ദേഹം ഏതോ ഒരു കമ്മിറ്റിയിലേക്ക് പോയി. അല്ലെങ്കിൽ ഹി മൈറ്റ് ഹാവ് മെറ്റ് എൻ ഓഫീസർ, ഏതെങ്കിലും ഒരു ഓഫീസറെ, അതുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസറെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നു. ആദ്യം ദേ ഓഫർഡ് എ ചെയർ, ഒരു ചെയറൊക്കെ അദ്ദേഹത്തിന് ഓഫർ ചെയ്ത് ഇരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ പൊളൈറ്റായിട്ട് അദ്ദേഹത്തോട് പറയുന്നത് ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ. തൽക്കാലം നിങ്ങൾ ഇപ്പം ഇവിടെ ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്തോളൂ, അടുത്ത വർഷം വന്നോളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് വേർ ഷാൽ വി ഗോ ടുഡേ, ഇന്ന് നിങ്ങൾ എങ്ങോട്ട് പോകും, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ദെൻ കെയിം ടു എ പബ്ലിക് മീറ്റിംഗ്. ഇനി അദ്ദേഹം വേറെ ഏതോ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം അവിടെ നിന്ന് കാണുന്ന സീനാണ്, ദ സ്പീക്കർ ഗോട്ട് അപ്പ് ആൻഡ് സാഡ്. അവിടെ ഒരു സ്പീക്കർ എന്തോ ഹി മേ ബി സ്പീക്കിംഗ് ഓൺ സംതിങ്. ദെൻ ഹി ഗോട്ട് അപ്പ് ആൻഡ് സാഡ്, ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. നമ്മൾ അവരെ ഈ സമയത്ത് ഇങ്ങോട്ട് കടത്തി വിട്ടാൽ വേറെ ഏതോ രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ റെഫ്യൂജീസായിട്ട് ഉള്ള ആളുകളെ എടുക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ അതിന് ഏതൊരു പബ്ലിക് മീറ്റിങ്ങിൽ ഇദ്ദേഹം പോയ സമയത്ത്, അല്ലെങ്കിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ ഇദ്ദേഹം പോയ സമയത്ത് ഇദ്ദേഹം കേട്ട സംഭവമാണ് ഇതാണ് ഈ ഒരു സ്പീക്കർ ഇവിടെ പറയുന്നത്. നമ്മൾ അവരെ ഇങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ
സ്വത്തും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ബ്രെഡ്, നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവരെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ജോലി പ്രശ്നമുണ്ട്, അപ്പോൾ സ്വന്തം നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടില്ല, പുറമെ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മൾ ജോലി കൊടുക്കേണ്ടി വരും. ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ച് ജോലി പോകും, ജോലി കിട്ടാതെയാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ഷെയർ ഒരു പക്ഷേ ഇവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ അലോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഹി വാസ് ടോക്കിംഗ് ഓഫ് യു ആൻഡ് മീ അല്ലേ. അവർ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. അവർ നമ്മുടെ ഈ ബ്രെഡ് മീൻസ് യർ ഫുഡ്, ഓക്കെ, ഈ ഒരു ഫുഡ് നമ്മുടെ ഇതൊക്കെ അവർ മോഷ്ടിക്കും, സ്റ്റീൽ ചെയ്യുന്ന രൂപത്തിൽ പറയുന്നത്. അപ്പം അവർ പറയുന്നത് നമ്മളെക്കുറിച്ചാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ലവറോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. Thought I heard the thunder rumbling in the sky. It was Hitler over Europe saying they must die. We were in his mind, my dear, we were in his mind. Then he says that അദ്ദേഹം എന്തോ ഒരു thunder in the sky. He heard a thunder in the sky. ഒരു ഇടിമുഴക്കം അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു എക്സാജറേഷൻ ആണ്. വി ക്യാൻ കോൾ ഇറ്റ് ഹൈപ്പർബലി. ദെൻ ഓക്കെ, ഹൈപ്പർബലി ഒരു എക്സാജറേറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ഈ ഒരു തണ്ടർ എന്താണ് അദ്ദേഹം പറയുന്നത്? ദിസ് തണ്ടർ ഈസ് ഹിറ്റ്ലർ. ഇറ്റ് ഈസ് ആക്ച്വലി ഹിറ്റ്ലർ over Europe saying they must die. We were in his mind, my dear, we were in his mind. ഹിറ്റ്ലർ പറയുന്നു, ഹിറ്റ്ലറിൻ്റെ ശബ്ദമാണ് ഒരു ഇടിമുഴക്കം പോലെയൊക്കെ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്ന they must die, ഇവർ മരിക്കേണ്ടവരാണ്, they must die. അദ്ദേഹം അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തുള്ളത് ഇവരാണ്, നമ്മുടെ സ്പീക്കറെ പോലെയുള്ള ആളുകളുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, he saw a poodle in a jacket fastened with a pin, so a door opened and a cat let in, but they were in German Jews, my dear, but they were in German Jews. ഇദ്ദേഹം പറയുന്നത് നോക്കൂ, poodle is actually a dog, poodle is a dog. So ഈ ഒരു ഡോഗിന് പോലും അവിടെ പ്രവേശനമുണ്ട്. അതിനെ ഒരു ജാക്കറ്റ് ഒക്കെ ധരിപ്പിച്ചിട്ട് ഒരു പിന്നൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ആ ജാക്കറ്റ് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ല രൂപത്തിലൊക്കെ ഇതിനെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. Then he saw a door opened, ഒരു വാതിൽ തുറക്കുന്നു. ദെൻ എ കാറ്റ് ലെറ്റ് ഇൻ, ഒരു കാറ്റ് അദ്ദേഹം കാണുന്നതാണ്. ഒരു കാറ്റിന് പോലും ആളുകൾ വാതിൽ തുറന്നു കൊടുക്കുന്നു. ദ കാറ്റ് കംസ് ഇൻ, ബട്ട് ദേ വേർ നോട്ട് ജർമ്മൻ ജ്യൂസ്. പക്ഷേ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ദേ ഗെറ്റ് ഫ്രീഡം ബിക്കോസ് ദേ ആർ നോട്ട് ജ്യൂസ്. അവർ ജ്യൂസ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇയാൾ ചോദ്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഇയാൾ ജ്യൂസ് ആയതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇയാളല്ല. എല്ലാവരുടെയും കേസ് തന്നെയാണ്, നമ്മളെ പോലെയൊക്കെയുള്ള എല്ലാവരും. വി ആർ ബോൺ ഇൻ ഡിഫറെൻറ്റ് റിലീജിയൻ. അതിൻ്റെ ഒന്നും റീസൺ ഒരിക്കലും നമ്മളല്ല. വി ഡിഡിൻ ഡു എനിത്തിങ് ടു ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇദ്ദേഹം ഒരു ജ്യൂസ് ആയത് ഇയാളെ കാരണം കൊണ്ടൊന്നല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഈ ഒരു പിന്നെ പട്ടിയോ പൂച്ചയൊക്കെ ആവുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. He went down the harbor and stood upon the quay, saw the fish swimming as if they were free. Only 10 feet away, my dear, only 10 feet away. അദ്ദേഹം മറ്റുള്ള ജീവികൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഇൻ ദ കേസ് ഓഫ് പൂഡിൽ ഡോഗിൻ്റെ കാര്യം പറയുന്നു, പൂച്ചയുടെ കാര്യം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം ഫിഷിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവരൊക്കെ വളരെ ഹാപ്പിലി ദേ ആർ സ്വിമ്മിങ് ആൻഡ് ഇതെല്ലാം അദ്ദേഹം ഒരു ഹാർബറിൽ പോയി നിന്ന് കാണുന്നതാണ്. ദെൻ കടൽ തീരത്ത് പോയിട്ട് അദ്ദേഹം കാണുന്നു ഫിഷ് ദേ ആർ സ്വിമ്മിങ് ആൻഡ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു 10 feet മാത്രം അകലെയാണ്. ഓൺലി 10 feet അവേ. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തുള്ള മറ്റുള്ള മനുഷ്യന്മാരല്ലാത്ത, അതായത് ജൂയിഷ് പീപ്പിൾ അല്ലാത്ത ആളുകൾക്ക്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും എല്ലാം ഫ്രീഡം കിട്ടുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ വളരെ അടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. നോക്കൂ, അതൊക്കെ ഇയാളിങ്ങനെ കാണുകയാണ്. ബട്ട് സ്റ്റിൽ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന് ഫ്രീഡം കിട്ടുന്നില്ല. റൈറ്റ്.
The next, walked through a wood, saw the birds in the trees. They had no politicians and sang at their ease. They weren't the human race, my dear. They weren't the human race. The last stanza, നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസയുടെ അതേ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം വുഡിലൂടെ നടന്നു പോകുന്നു. ഹി ഗോസ് ത്രൂ ദ ഫോറസ്റ്റ്, ഓക്കെ, ആൻഡ് ഹി സോ ദ ബേർഡ്സ് ഇൻ ദ ട്രീസ്. ദ ഹാഡ് നോ പൊളിറ്റീഷ്യൻസ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അവിടെ ഇല്ല. ദേ ആർ സോ ഹാപ്പി, they are completely free, they are birds, so they have no politicians, and they sang at their ease. അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പാട്ട് പാടുന്നു. they are enjoying their life. Because അതിന് കാരണം എന്താ വെച്ചാൽ they were not human race. You understand? They were not human race. That's the reason. And my dear, they were not human race. മനുഷ്യന്മാരാകാത്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു സംഗതി കിട്ടിയത്. Then dreamed, I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear. Not one of them was ours. ഇനി അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്ത് അദ്ദേഹം എന്തോ ഒരു ഡ്രീം അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് ബിൽഡിങ്സ് ആണ്. ഹീ സീസ് എ ലോട്ട് ഓഫ് ബിൽഡിംഗ് വിത്ത് 1,000 doors. ഒരുപാട് വാതിലുകളുണ്ട്, ഒരുപാട് വിൻഡോസ് ഉണ്ട്, ആൻഡ് thousands of floors ഉണ്ട്. Okay, everything are there and none of them was ours, my dear. ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു വാതിലും നമുക്ക് വേണ്ടി തുറക്കപ്പെടില്ല. ഈ ഒരു ഫ്ലോറും നമ്മുടേതല്ല. Nothing belongs to them, which means for him and for his beloved. അദ്ദേഹത്തിന് വേണ്ടി ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Then he stood on a great plain in the falling snow. 10,000 soldiers marched to and fro, looking for you and me, my dear, looking for you and me. ഇദ്ദേഹം ഒരു വിശാലമായ മഞ്ഞൊക്കെ വീഴുന്ന ഒരു വിശാലമായൊരു പ്രദേശത്ത് അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച thousands of soldiers ആണ്. ഒരുപാട് ഇത് നമ്മുടെ ഹിറ്റ്ലറുടെ സോൾജേഴ്സാണ്. ഇവരിങ്ങനെ മാർച്ച് ചെയ്യാണ്. they are marching to and fro. they are marching and they are looking for you and me. you and me means അദ്ദേഹം യു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിലോവഡിനെ, അദ്ദേഹത്തിൻ്റെ കാമുകിയെയാണ്. എന്നിട്ട് പറയുന്നു നിന്നെയും അല്ലെങ്കിൽ നിന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകളെയാണ് ഇവർ തിരയുന്നത്. ദീസ് സോൾജേഴ്സ് ആർ ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. യു അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഈസ് ഹൗ ഹി കൺക്ലൂഡ്സ് ദിസ് പോം. ഓക്കെ, ഓക്കെ. ഇനി ഇതിനകത്ത് ഇത്രയും പറഞ്ഞ കവിതയിൽ പറഞ്ഞ സംഭവങ്ങളൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ പോം ക്യാപ്ചേഴ്സ് ഹൗ സാവേജ്ലി ദ ജൂസ് ഇൻ യൂറോപ്പ് were treated by the നാസി ഗവൺമെൻറ്. ഇതിനകത്ത് ഈ കവിതയിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം ഇതാണ്. എത്രമാത്രം സാവേജായിട്ട്, എത്രമാത്രം ബ്രൂട്ടലായിട്ട്, അല്ലെങ്കിൽ എത്രമാത്രം മോശമായിട്ടാണ്, മനുഷ്യത്വരഹിതമായിട്ടാണ്, സാവേജ് രൂപത്തിലായിട്ടാണ് ഈ ജ്യൂസിനെ യൂറോപ്പിലുള്ള നാസി ഗവൺമെൻറ് ട്രീറ്റ് ചെയ്തത് എന്നാണ് നമ്മൾ ഈ ഒരു കവിതയിലൂടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സംഗതിയാണ് ഈ കവിത പറയാൻ ശ്രമിക്കുന്നത്. അവർക്കറിയാം എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും അവർക്ക് ഡിനേ ചെയ്യപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഈ കവിതയിൽ പറയുന്നുണ്ട്. ഈ കവിത വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. Then the speaker of the poem says that everyone except him and his beloved has a place to live, whether it is mansion or hut or any place. അദ്ദേഹം പറയുന്നു everyone except him and his beloved. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബിലവഡും അദ്ദേഹത്തിൻ്റെ കാമുകിക്കും ഒഴികെ, ഈ അദ്ദേഹത്തിൻ്റെ കാമുകി എന്നുള്ളതിലൂടെ നമ്മൾ എല്ലാ ജ്യൂസിനെയും നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊഴികെ മറ്റുള്ള എല്ലാ ആളുകൾക്കും ഒരു ജീവിക്കാൻ ഒരു പ്ലേസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് വലിയ കൊട്ടാരമായിക്കോട്ടെ, മാൻഷൻ എന്ന് പറയുന്ന കൊട്ടാരം പോലെയുള്ള സംഗതികളായിക്കോട്ടെ, അതല്ലെങ്കിൽ ചെറിയ കുടിൽ പോലെയുള്ള ഹട്ട് ഒക്കെ ആയിക്കോട്ടെ, ഏതായാലും അവർക്ക് ജീവിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, സിൻസ് ഹി ഡസൻറ്റ് ഗെറ്റ് ഹിസ് പാസ്പോർട്ട് റിന്യൂഡ്, he finds himself in an awkward
predicament because he can neither remain nor leave his homeland. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ട്രബിൾ അല്ലെ, നമ്മൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ പെടുക എന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം അത്ര ഒരു ഓക്വാർഡ് പ്രെഡിക്കമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെന്ന് പെടുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അദ്ദേഹത്തിന് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി അത്തരം ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. ദേ ഹാവ് ടു ലീവ് ദെയർ കൺട്രി. എന്നാൽ മറ്റുള്ള രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. അപ്പോൾ രണ്ടിൻ്റെയും എന്ത് ആണെങ്കിലും അവരുടെ മുന്നിൽ ഒരേ ഒരൊറ്റ ഓപ്ഷനുള്ളൂ, മരിക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. കാരണം മറ്റു രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല വിത്തൗട്ട് പാസ്പോർട്ട്. ആ ഒരു സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. സോ ദേ ഹാവ് നോ അതർ ചോയ്സ് ബട്ട് ടു ഡൈ. റൈറ്റ്, ദാറ്റ് ഈസ് വാട്ട് ഹി സേസ്. Then next point read again. Even though the speaker met many officers, none was ready to help him to leave the country. ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പല ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. Then he wishes if he were born as an animal or a bird, as they get much more acceptance and freedom than Jew. Right? അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം ഒരു മറ്റേതെങ്കിലും ഒരു ബേർഡോ അല്ലെങ്കിൽ ആനിമലോ ഒക്കെ ആയി ജനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ജ്യൂസിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആക്സെപ്റ്റൻസും ഫ്രീഡം ഒക്കെ കിട്ടുമായിരുന്നു. ഓക്കെ, അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളെ പോയത്തിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഈ കവിത നൽകുന്നില്ല. ഒരു ഹാപ്പി എൻഡിങ് ഒന്നും ഇല്ല, ഒരു പ്രതീക്ഷയില്ല കവിതക്കകത്ത്. ദ എൻഡിങ് ഓഫ് ദ പോം ഈസ് നെവർ ഒപ്റ്റിമിസ്റ്റിക്. റൈറ്റ്? അദ്ദേഹം ബിക്കോസ് ഹി സീസ് തൗസൻഡ്സ് ഓഫ് സോൾജേഴ്സ് മാർച്ചിങ് ഹു ആർ ലുക്കിംഗ് ഫോർ ഹിം ആൻഡ് ഹിസ് ബിലവ്ഡ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ബിലവഡിനെയും തിരഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരുപാട് സോൾജേഴ്സൊക്കെ മാർച്ച് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അവസാനം അവരുടെ കയ്യിൽ ഇദ്ദേഹം പെടും എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോയത്തിൽ ടോട്ടൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തൊക്കെ സമയത്ത് നാസി ഗവൺമെൻറ് അവിടെ ജർമ്മനിയൊക്കെ റൂൾ ചെയ്ത സമയത്ത് ഈ ജ്യൂസ് നേരിട്ട പ്രോബ്ലംസും അവർ മറ്റുള്ള രാജ്യത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട സമയത്ത് അവർക്ക് അവിടെ മറ്റു രാജ്യത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അത്തരം വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ബേസിക്കലി ഈ ഒരു കവിത പറയുന്നത്. അത് അന്നത്തെ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ കവിതയ്ക്ക് റെലവൻസ് ഉള്ളത്. ഇന്നത്തെ ഒരു മൈഗ്രേഷൻ ക്രൈസിസൊക്കെ നമുക്കറിയാം, റെഫ്യൂജി ക്രൈസിസൊക്കെ നമുക്കറിയാം. ഒരുപാട് മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം ഇന്ന് യൂറോപ്പിലേക്കൊക്കെയാണ് ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അവിടുത്തെ ഒരുപാട് ആഭ്യന്തര യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പല ആളുകളും പോകുന്ന വഴി വെച്ച് മരിക്കുന്നു. അപ്പം ഇത്തരം ഒരു പ്രോബ്ലംസ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ റിലീജിയൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ആളുകൾ ഇത്തരം നമ്മുടെ സ്പീക്കർക്ക് ഉണ്ടായതുപോലെയുള്ള മതത്തിൻ്റെയൊക്കെ പേരിൽ സ്വന്തം നാട് വിടേണ്ട സാഹചര്യം ഇന്നും നമ്മുടെ ലോകത്തുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിത അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.